ഹലോ വീണാസ് സമരിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. വന്നിട്ട് 2-3 ദിവസമായി. ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് നമ്മളെ വീട് ഇല്ലേ, ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ ഈ ഭാഗം പോയി കാണിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി താഴെ ഭാഗം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താഴെ പോയ പുഴയുണ്ട്, നമുക്ക് പുഴയെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ കാണുന്ന പുഴ, കണ്ടില്ലേ. 2 ദിവസം മഴ കുറവുള്ളത് കൊണ്ട് വെള്ളം തീരെ കുറവാണ്. മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളം കൂടും കേട്ടോ. കണ്ടില്ലേ, ഒരു പാലം, നമ്മുടെ പാലം. ഈ സ്റ്റെപ്പ് ഒരു മഴയ്ക്ക് പോയതായിരുന്നു, പിന്നെ അത് അവിടെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും. അപ്പോൾ ഈ പാലത്ത് പോകാൻ പറ്റില്ല. ഈ സ്റ്റെപ്പ് മാറ്റി വെക്കും. പിന്നെ നമുക്ക് അപ്പുറത്ത് പോകണമെങ്കിലും അതിലേക്ക് ഇറങ്ങി പോകണം. അവിടെ ഒരു വലിയ പാലമുണ്ട്, അപ്പോൾ അതിൽ പോകും. അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഇതിൽ പോകാൻ വേണ്ടി കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മളവിടുത്തെ പുഴ. കണ്ടില്ലേ, 2015 പ്രളയത്തിൽ വെള്ളം കയറിയ പുഴയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇത്രയും വെള്ളത്തിൽ നമ്മൾ കളിച്ച് വളർന്നിട്ട് വെള്ളമില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് വല്ല സങ്കടമായിരിക്കും അല്ലേ. കണ്ടില്ലേ, നല്ല ഇപ്പോൾ പുഴ വീതിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ഒരു 3-4 കൊല്ലം മുന്നേ വീതിയാക്കിയിട്ടുണ്ട്. അപ്പം വെള്ളം കയറുന്നവർ അറിയില്ല, നിരന്ന സ്ഥലം കൊണ്ട് വെള്ളം കയറുന്ന നമുക്ക് കറക്റ്റ് അറിയില്ല. ആദ്യം അങ്ങനെ ആയിരുന്നില്ല, ഒരു ചെറിയൊരു തോട് പോലെയായിരുന്നു. വെള്ളം കയറുമ്പോൾ നല്ല ഹൈറ്റിൽ കാണും. വെള്ളം കയറുമ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതൊക്കെ ഈ മഞ്ഞപ്പുല്ലിൻ്റെ ഇതൊക്കെ വെള്ളത്തിലായി പോവും. ആ കാണുന്ന അവിടെയൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. ആ റോഡിലും വെള്ളം കയറും. ഇതാണില്ലേ, അതാണ് റോഡ്. ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ വഴിയില്ല, കറക്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, അതാണ് റോഡ്, ബസ് പോകുന്ന റോഡാണേ. അപ്പം അവിടെയൊക്കെ വെള്ളം കയറും. അവിടെ തോട്ടിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അവിടുന്ന്. അപ്പം തോട്ടിൽ നിന്ന് വെള്ളം ഇതും കൂടെ ആകുമ്പോൾ താഴത്ത് നല്ല വെള്ളം ഉണ്ടാകും. തോട്ടിലെ വെള്ളം പലപ്പോഴായിട്ട് കലക്കായിരിക്കും. അപ്പം ആ ഭാഗം നോക്കണ്ട, ആ സൈഡിൽ നല്ല മണൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ. വയലല്ലേ, ആ ഭാഗത്ത് വയലാണ്. അപ്പം തോട്ടിൽ വരുമ്പോൾ അവിടെ മണലുണ്ടാവും. അയ്യോ, കൈ കടയുന്നു. അപ്പം ഇതാണ്, താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പം നനയണ്ടല്ലോ എന്നിട്ട് ഇറങ്ങാതിരിക്കണേ. കണ്ടില്ല, കുറച്ചും കൂടെ പോയാൽ കണ്ടില്ലേ, അതാണ് നമ്മുടെ വീട്ടിന് താഴെ കാണുന്ന പുഴ. അവിടെയാണ് നമ്മൾ അലക്കും കുളിയെല്ലാം അവിടെയാണ് കേട്ടോ, അവിടെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഴയിലെ കാര്യങ്ങൾ കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. നല്ല മഴയാവുമ്പോൾ ഇതിവിടെ മാറ്റിയില്ലെങ്കിൽ അത് ഒലിച്ചു പോകും. അപ്പം ഇതാണല്ലേ, ഈ പാലം പാസ്സായപ്പോൾ ഇവിടം വരെ പാസ്സായിട്ടുള്ളൂ. അവിടം വരെ ആയിരുന്നെങ്കിൽ ഇത് സ്റ്റെപ്പ് നമുക്ക് മാറ്റേണ്ട, ഒലിച്ചു പോവില്ലായിരുന്നു, മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് ഇത് മാറ്റണം, അല്ലെങ്കിൽ ഒലിച്ചു പോവും, അത്ര തന്നെ. നോക്കണം, ഞണ്ടൊക്കെ കടിക്കും. അലക്കാൻ പോയി നമ്മൾ അലക്കൊണ്ടിരിക്കും, കാര്യമായിട്ട് അലക്കുന്നതിനടി കാലിൻ്റെ അടിയിൽ അതൊരു ഞണ്ട് കടിക്കും. ഇവിടെയല്ല, മേലെ പുഴ, നമ്മൾ കുളിക്കുന്ന പുഴയില്ല കേട്ടോ. വേണ്ടിയില്ലേ, അടി മുഴുവൻ പോയി, അതിന് കമ്പി മുഴുവൻ വളഞ്ഞു പോയത്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ. കണ്ടില്ലേ, അവിടെ എസ്റ്റേറ്റ് എല്ലാം മൂടിപ്പോയി. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ വീട് കാണാൻ വഴിയില്ല, എല്ലാം മൂടിപ്പോയി. അപ്പം കണ്ട, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ കാണാനുണ്ടാവും. വെള്ളത്തിലൂടെ എന്തൊക്കെയാണ് ഒലിച്ച് പോവുക, അങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ മഴയിൽ ഇപ്പോൾ ആരും അങ്ങനെ പുറത്തിറങ്ങുന്നില്ല, അകത്ത് തന്നെയാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ട് വെള്ളം കയറുന്ന കാണാൻ വേണ്ടി മിനിറ്റ് വന്ന് നോക്കിയിട്ട് പോകും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറുന്ന വലിയ കാര്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. വെച്ചാൽ വീതി കൂടിയത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഒരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.